നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഏതു കാര്യത്തിൻ്റെ തുടക്കത്തിലും ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് ഹിന്ദുക്കളുടെ ധർമ്മമാണ്. ഒരു പുതിയ വീട്ടിൽ കുടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുമ്പോൾ എല്ലാം നമ്മൾ ഗണപതി ഹോമം നടത്താറുണ്ട്. വിഘ്നങ്ങളെയെല്ലാം തന്നെ തീർത്ത് കാര്യങ്ങൾ മംഗളകരമാകുവാനായി നടത്തുന്ന വിശേഷപ്പെട്ട ഗണപതി ഹോമം മനസ്സ് വെച്ചാൽ നിത്യവും നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാവുന്നതാണ്. ഇതിന് ഒരു പൂജാരിയുടെ ആവശ്യമില്ല. വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെ അനുഷ്ഠിക്കാവുന്ന ലളിതവും എന്നാൽ ഏറെ പുണ്യദായകവുമായ ഈ കർമ്മം ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആ ഭവനത്തിൽ ഐശ്വര്യാദി അഭിവൃദ്ധി എന്നും ഉണ്ടാകുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കയറി അടുപ്പ് കത്തിക്കുന്ന സമയത്തിൽ 3 കഷ്ണം തേങ്ങാപ്പൂള്, അല്പം മലരോ അവിലോ, ഒരല്പം ശർക്കര എന്നിവ ഒരുമിച്ച് ചേർത്ത് അടുപ്പിലെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ 3 പ്രാവശ്യം കുറേശ്ശെയായി സമർപ്പിക്കാം. സമർപ്പിക്കുന്ന സമയത്തിൽ ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം ഗണപതിക്ക് 3 പ്രാവശ്യം ഏത്തമിട്ട് കുടുംബത്തിലുള്ളവർക്കും ലോകത്തിന് തന്നെയും നന്മ വരുത്തണം എന്ന് ഗണപതിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കള പ്രവൃത്തികൾ ആരംഭിക്കാവുന്നതാണ്. ഇനി നിത്യവും അവിലും മലരുമൊക്കെ ശേഖരിക്കാൻ പ്രയാസമാണെങ്കിൽ തേങ്ങ മാത്രം സമർപ്പിച്ചാൽ മതിയാകും. കറികൾക്കായി എന്തായാലും നാളികേരം വീടുകളിൽ ഉണ്ടാകും. അതിൽ നിന്നും ചെറിയ 3 തേങ്ങാ കഷ്ണങ്ങൾ മാത്രം ഹോമിച്ചാലും മതിയാകും. കഴിക്കുന്ന ഭക്ഷണമാണ് ഒരുവൻ്റെ സ്വഭാവത്തിലും ഉൾച്ചേർന്നിരിക്കുക എന്നുള്ളത് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നിത്യവും പ്രാർത്ഥനയോടുകൂടി തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം കഴിക്കുന്നവരുടെ മനസ്സിലും സാത്വികമായ ഭാവം മുന്നിട്ട് നിൽക്കുന്നു. തദ്വാര വീട്ടിനും നാട്ടിനും ശ്രേയസ് ഉണ്ടാകുന്നു. കുടുംബത്തിൽ ബാധിക്കുന്ന ആപത്തുക്കൾ ഒഴിയാനും വീട്ടിലുള്ളവർ തമ്മിൽ ഐക്യവും പരസ്പര സ്നേഹവും വളരുവാനും സാമ്പത്തികമായ ഉന്നതിക്കും ഈ പറഞ്ഞ ലളിതമായ ഗണപതി ഹോമം ഏറെ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം.